ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം, കലാവിദ്യാഭ്യാസം, പ്രവൃത്തി പഠനം ഇതുമായി ബന്ധപ്പെട്ട 2022 ചോദ്യ പേപ്പറും അവയിലെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അർദ്ധവാർഷിക മൂല്യനിർണ്ണയത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അപ്പോൾ നാളെ കൂട്ടുകാർക്ക് 2 എക്സാമാണുള്ളത്, ഒന്ന് ബേസിക് സയൻസും ഒന്ന് ഈ ഒരു എക്സാമും അല്ലേ. ബേസിക് സയൻസ് നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം. ഈ എക്സാം എഴുതാനുള്ള സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. ഓക്കെ, ഇതിൽ ഓരോ വിഷയത്തിനും 15 സ്കോർ വീതമാണ്. ടോട്ടൽ 45 സ്കോർ വീതമാണ് ഉണ്ടാവുക. അപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് പേപ്പർ ആയിരിക്കും ഉണ്ടാവുക, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ ഒരുമിച്ചായിരിക്കും. അപ്പോൾ ഒന്നാമത്തേത് നമുക്ക് ആരോഗ്യ കായിക വിദ്യാഭ്യാസം നോക്കാം. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയുത്തരം ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നടത്ത മത്സരത്തിൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി കായിക താരം ആര്? ഓപ്ഷൻ PR ശ്രീജേഷ്, KT ഇർഫാൻ, സജൻ പ്രകാശ്, സഞ്ജു V സാംസൺ. ഉത്തരം KT ഇർഫാൻ ആണ്. രണ്ടാമത്തെ ചോദ്യം, അപകടങ്ങളിലോ അത്യാഹിതങ്ങളിലോ പെടുന്ന ആൾക്ക് നൽകുന്ന അടിയന്തര പരിചരണത്തെയാണ് ഡാഷ് എന്ന് പറയുന്നത്. പ്രഥമ ശുശ്രൂഷ, ലൈഫ് ജാക്കറ്റ്, ലൈഫ് ബോയ്, ഷിൻ ഗാർഡ്. ഏതാണ്? പ്രഥമ ശുശ്രൂഷ. ഇനി മൂന്നാമത്തെ ചോദ്യം, ഒളിമ്പിക്സ് പതാകയിൽ എത്ര വളയങ്ങൾ ഉണ്ട്? 3, 5, 7, 9. 5 വളയങ്ങളാണ് ഉള്ളത്. ഇനി ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള കായിക ഇനം ഏത്? ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ഹോക്കി, ഹാൻഡ്ബോൾ. ഏതാണ്? ഫുട്ബോൾ ആണ്. ഇനി 5 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് 1 or 2 വാക്യത്തിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അഞ്ചാമത്തേത്, ഗർഭ് ഡ്രിൽ എന്നാൽ എന്ത്? ഗർഭ് ഡ്രിൽ എന്ന് പറഞ്ഞാൽ വലത് ഇടത് വലത് വശം നോക്കി റോഡ് മുറിച്ച് കടക്കുന്നതിനെയാണ് പറയുന്നത്. വലത് ഇടത് വലത് വശം നോക്കി റോഡ് മുറിച്ച് കടക്കുന്നതിനെയാണ്. ഓക്കെ, ഉത്തരങ്ങൾ നമ്മൾ പറയുന്നേ ഉള്ളൂ, എഴുതി കാണിക്കാനുള്ള സമയമില്ല, അതുകൊണ്ടാണ്. ആറാമത്തേത്, താഴെ കൊടുത്തിരിക്കുന്ന കായികോപകരണങ്ങളുടെ പേരെഴുതുക. A എന്താണ്? ഷട്ടിൽ കോക്കാണ്. B എന്ന് പറയുന്നത് ക്രിക്കറ്റ് ഹെൽമെറ്റ്, C ഹോക്കി സ്റ്റിക്ക്, D ഫുട്ബോൾ. ഒന്നും കൂടെ പറയാം. A ഷട്ടിൽ കോക്ക്, B ക്രിക്കറ്റ് ഹെൽമെറ്റ്, C ഹോക്കി സ്റ്റിക്ക്, D ഫുട്ബോൾ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? A എന്ന് പറയുന്നത് സീബ്ര ലൈന്, B ഹോസ്പിറ്റൽ, C സ്റ്റോപ്പ്, D സ്കൂൾ സോണ്. A സീബ്ര ലൈന്, B ഹോസ്പിറ്റൽ, C സ്റ്റോപ്പ്, D സ്കൂൾ സോണ്. ഇനി ഡർഫ് ഗെയിംസ് എന്നാൽ എന്ത്? ഉയരമില്ലാത്തവർക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന മത്സരമാണ് ഡർഫ് ഗെയിംസ് എന്ന് പറയുന്നത്, ഉയരമില്ലാത്തവർക്ക് വേണ്ടി. ഇനി 9, 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? കൂട്ടുകാരുമായി കളികളിൽ ഏർപ്പെടുന്നത് വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നല്ല കൂട്ടുകാരെ ലഭിക്കും, അതുപോലെ തന്നെ മാനസിക ഉല്ലാസം ലഭിക്കും, ധാരാളം സുഹൃത്തുക്കളെ ലഭിക്കും. നല്ല കൂട്ടുകാരുടെയും സാമൂഹിക ബന്ധത്തിൻ്റെയും പ്രസക്തി നമുക്ക് ഇതിലൂടെ ഉയർത്താൻ സാധിക്കും. ഇനി ചതവ് എന്നാൽ എന്ത്? ചതവ് സംഭവിച്ചാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്തൊക്കെയാണ്, എങ്ങനെയാണ്? ഏതെങ്കിലും ഭാരമുള്ള വസ്തു ശരീരങ്ങളിൽ തട്ടുമ്പോൾ ശരീരകലകൾക്ക് സംഭവിക്കുന്ന പരിക്കാണ് ചതവ്. ഓക്കെ, ഒന്നും കൂടെ പറയാം. ഏതെങ്കിലും ഭാരമുള്ള വസ്തു ശരീരഭാഗങ്ങളിൽ തട്ടുമ്പോൾ ശരീരകലകൾക്ക് സംഭവിക്കുന്ന പരിക്കാണ് ചതവ്. ചതവേറ്റ ഭാഗത്തിന് വിശ്രമം നൽകുക, ഐസ് വെച്ച് തണുപ്പിക്കുക. ഇത് രണ്ടുമാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് കലാവിദ്യാഭ്യാസത്തിലെ ചോദ്യങ്ങളാണ്. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിനാണ് ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ദേശീയ ഗാനം ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? മറാഠി, തമിഴ്, കന്നഡ, ബംഗാളി. ഏതിലാണ്? ബംഗാളിലാണ്. ഇനി വരിക വരിക സഹചര്യ എന്ന ഗാനം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ദേശീയ ഗാനം, നാടൻ പാട്ട്, ദേശഭക്തി ഗാനം, ലളിതഗാനം. ഏതാണ്? ദേശഭക്തി ഗാനമാണ്. ഓക്കെ, ദേശഭക്തി ഗാനം. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. ജലച്ചായ ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പ്രതലം ഇവയിൽ ഏതാണ്? ക്യാൻവാസ്, പേപ്പർ, ചുമര്, തുണി. ഏതാണ്? പേപ്പറാണ് നമ്മൾ ജലച്ചായത്തിന് ഉപയോഗിക്കുന്നത്. പ്രകൃതി വസ്തുക്കൾ ഉപയോഗിച്ച് ചുമരിൽ വരക്കുന്ന പരമ്പരാഗത ചിത്രരചനാ ശൈലി ഏത്? ഫാബ്രിക് പെയിന്റ്, കൊളാഷ്, ചുമർ ചിത്രം, എണ്ണച്ചായ. ചുമർ ചിത്രമാണ് ഉത്തരം. ഓക്കെ, നാലാമത്തെ ഉത്തരം ചുമർ ചിത്രം. ഇനി 5, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിൽ കൂടുതൽ പ്രചാരമുള്ള നൃത്തരൂപം ഏത്? മണിപ്പൂരി, കഥക്, ഒപ്പന, ഗർഭ. ഏതാണ്? ഒപ്പന. 6, മലയാള നാടക സാഹിത്യത്തെ ആധുനിക ഘട്ടത്തിൽ എത്തിക്കുന്നതിന് നിർണായക പങ്കുവഹിച്ച നാടകകൃത്ത് ആരെ? A അയ്യപ്പൻ, CJ തോമസ്, ONV കുറുപ്പ്, സുഗതകുമാരി. ആരാണ്? CJ തോമസ്. ഇനി 7, 8 ചോദ്യങ്ങൾ ഒരെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു നൃത്തരൂപത്തിൻ്റെ പ്രത്യേകതകൾ എഴുതാം. അപ്പോൾ ഏതെങ്കിലും ഒരു നൃത്തരൂപത്തിൻ്റെ കുറിച്ചിട്ട് ഒരു 3 or 4 വരിയാണ് നിങ്ങൾ എഴുതേണ്ടത്. തിരുവാതിരയെ കുറിച്ചിട്ടോ കഥകോ കഥകളിയോ ഏതെങ്കിലും ഒന്നിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. സിനിമയും നാടകവും തമ്മിലുള്ള 2 വ്യത്യാസങ്ങൾ എഴുതുക. സിനിമ ക്യാമറയിലൂടെ ചിത്രീകരിക്കുന്നതാണ്, നാടകം എന്ന് പറയുന്നത് നേരിട്ട് വേദിയിൽ അവതരിപ്പിക്കുന്നു. സിനിമയിൽ എഡിറ്റിംഗ് സാധ്യമാണ്, പക്ഷേ നാടകത്തിൽ എഡിറ്റിംഗ് സാധ്യമല്ല. ഇത്തരത്തിലുള്ള 2 ഏതെങ്കിലും വ്യത്യാസം
വ്യത്യാസം നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, സിനിമ ക്യാമറയിലൂടെയാണ് ചിത്രീകരിക്കുന്നത്, അതുപോലെ നാടകം നേരിട്ട് വേദിയിലാണ്. സിനിമയിൽ എഡിറ്റിംഗ് പറ്റും, നാടകത്തിൽ എഡിറ്റിംഗ് ചെയ്യാൻ സാധ്യമല്ല. ഇനി 9 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങൾ 2 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 9, നിങ്ങളുടെ സ്കൂൾ അസംബ്ലിയിൽ ദേശീയ ഗാനം ആലപിക്കാറുണ്ടോ? ദേശീയ ഗാനത്തെ പറ്റി നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം? ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ദേശീയ ഗാനത്തെക്കുറിച്ച് എന്തൊക്കെ അറിയാം? രചന രവീന്ദ്രനാഥ് ടാഗോറാണ്. ബംഗാളി ഭാഷയിലാണ്. 52 സെക്കൻഡാണ് ഇത് ആലപിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. ഇനി 10, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ വിരലുകൊണ്ട് പരസ്പരം കൈമാറാൻ കഴിയുന്ന ഭാഷയാണല്ലോ വിരൽ ഭാഷ. വിരൽ ഭാഷ ഉപയോഗിക്കാൻ കഴിയുന്ന 3 സന്ദർഭങ്ങൾ എന്തൊക്കെയാണ്? എവിടെ പോകുന്നു, ഇവിടെ വരൂ, മിണ്ടരുത്. ഇതൊക്കെ നമുക്ക് വിരൽ കൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് പറയാം. എവിടെ പോകുന്നു, ഇവിടെ വരൂ, മിണ്ടരുത്. 11, നിങ്ങളുടെ തോട്ടത്തിലെ ആകൃതിയിലും വലിപ്പത്തിലും വ്യത്യസ്തമായ 2 തരം ഇലകൾ വരച്ച് നിറം നൽകുക. അപ്പോൾ നിങ്ങൾ അതുപോലെ 2 തരത്തിൽ ഒരു ഇലകളുടെ ഷേപ്പ് വരച്ചിട്ടാണ് നിറം നൽകേണ്ടത്. തൻ്റെ വീടിൻ്റെ ചില്ലുജാലകത്തിൽ കുടുങ്ങിപ്പോയ തേനീച്ചയുമായി കുട്ടി നടത്തുന്ന സംഭാഷണം നാടക രൂപത്തിൽ എഴുതുക. ഓക്കെ, ഇനി അടുത്തത് 13, 14 ചോദ്യങ്ങളിൽ ഒരെണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 13ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചേരുംപടിയാണ്. ഡോക്ടർ KJ യേശുദാസ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ചലച്ചിത്ര പിന്നണി ഗായകനാണ്. രവീന്ദ്രനാഥ ടാഗോർ ദേശീയ ഗാനമാണ്. സാരേ ജഹാംസ അച്ച ദേശഭക്തി ഗാനമാണ്. ഓക്കെ, വഴിയോരത്ത് പൂത്തു നിൽക്കുന്ന മരത്തിൻ്റെ ചിത്രം വരച്ച് നിറം നൽകുക. അതും കൂട്ടുകാർ നല്ല ഭംഗിയായിട്ട് കൊടുക്കുക. ഇനി അടുത്തത് പ്രവൃത്തി പഠനമാണ്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. കിണർ വെള്ളം ശുദ്ധീകരിക്കുന്ന രീതിയാണ് ക്ലോറിനേഷൻ, ഫോഗിംഗ്, സോപ്പ് ലായനി, വാക്സിനേഷൻ. ഏതാണ്? ക്ലോറിനേഷൻ. മഞ്ഞയും ചുവപ്പും നിറങ്ങൾ യോജിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന നിറം ഏത്? ഓറഞ്ച്, പച്ച, നീല, വയലറ്റ്. ഏതാണ്? ഓറഞ്ച് നിറമാണ് മഞ്ഞയും ചുവപ്പും കൂടെ കൂടുമ്പോൾ കിട്ടുന്നത്. പച്ചക്കറിയിലെ വിഷാംശം നീക്കം ചെയ്യുന്നതിനുള്ള മാർഗം ഏത്? വെയിലത്ത് വെക്കുന്നു, ഫ്രിഡ്ജ് വെക്കുന്നു, മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെക്കുന്നു, വേവിക്കുന്നു. ഏതാണ്? മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ്. ഇനി 4ാമത്തെ നോക്കൂ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ഗൃഹോപകരണം തിരഞ്ഞെടുത്തെഴുതുക. ട്രാക്ടർ, ബ്ലാക്ക് ബോർഡ്, മിക്സി, കലപ്പ. ഏതാണ്? മിക്സി. കൂട്ടത്തിൽ പെടാത്തത് എടുത്തെഴുതുക. ഓറഞ്ച്, ആപ്പിൾ, പേരക്ക, ബീൻസ് ആണ്. ബാക്കിയെല്ലാം ഫ്രൂട്ട്സ് ആണ്. 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ആശംസാ കാർഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പേരെഴുതി പദസൂര്യൻ പൂർത്തിയാക്കുക. ഏതൊക്കെയാണ്? ഇവിടെ കൊടുത്തിട്ടുള്ള പദസൂര്യൻ നോക്കൂ. ആശംസാ കാർഡ് ചാർട്ട് പേപ്പറാണ്. പിന്നെ എന്തൊക്കെ വേണം? പശ, മുത്തുകൾ, കളറുകൾ, അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന വിവിധ വസ്തുക്കൾ, അങ്ങനെയെല്ലാം നിങ്ങൾക്ക് എഴുതാം. ഇനി ചേരുംപടി ചേർക്കാനാണ്. ബ്ലാക്ക് ബോർഡ്, ചോക്ക്, നോട്ട്ബുക്ക്, കാലിക്കോ, A4 ഷീറ്റ്, എൻവലപ്പ്, ചാർട്ട് പേപ്പർ, ഫയൽ. ഇനി ഒരു തൂവാല ഭംഗിയാക്കുന്നതിന് വേണ്ടി സ്വീകരിക്കാവുന്ന 2 മെത്തേഡുകൾ ഏതൊക്കെയാണ്? ഫാബ്രിക് പെയിൻറ്, വെജിറ്റബിൾ പെയിൻറ്, എംബ്രോയിഡറി. ഇതിലെ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ചിരട്ട ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന 2 ഗൃഹോപകരണങ്ങളുടെ പേര്? ചിരട്ടത്തവി, കപ്പ്, പിന്നെ വേറെതുള്ളത് ചിരട്ടത്തവി, കപ്പ് അല്ലേ? അത് 2ഉം എഴുതാം. ചിത്രങ്ങൾ നിരീക്ഷിച്ച് ഓരോന്നിൻ്റെയും പേരെഴുതുക. 1ാമത്തേത് എന്താണ്? ഇസ്തിരിപ്പെട്ടി. 2 ഗ്യാസ് സ്റ്റൗ. 3 മിക്സി. 4 കട്ടിൽ. ഓക്കെ, 1 A ഇസ്തിരിപ്പെട്ടി, B ഗ്യാസ് സ്റ്റൗവ്, C മിക്സി, D കട്ടിൽ. ഇനി 11, 12 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ഒരു ആശംസാ കാർഡ് നിർമ്മിക്കുന്ന രീതി വിവരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ഒരു വാൾ ഹാങ്ങിങ് നിർമ്മിക്കുന്ന വിധം എഴുതുക. ഓക്കെ, ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളൊന്ന് സ്പീഡിൽ എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. നാളെ 2 എക്സാം ആയതുകൊണ്ടാണ് നമ്മൾ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളത് കൊണ്ടാണ് നമ്മൾ എഴുതി കാണിക്കാത്തത്. അപ്പോൾ കൂട്ടുകാർ വീഡിയോ നന്നായിട്ട് ശ്രദ്ധിക്കുക, എല്ലാ ആൻസേഴ്സും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.